IPC പ്രസ്ഥാനത്തിന്, ഹെബ്രോൻ ബൈബിൾ കോളേജിന്, ഇന്ത്യ ബൈബിൾ കോളേജിന്, ഐക്യ പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക്, ബൈബിൾ സൊസൈറ്റിക്ക്, ഈ നിലകളിൽ എല്ലാ സംഘടനകൾക്കും നേതൃത്വം നൽകുവാനും പ്രചോദനം നൽകുവാനും ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർ TS എബ്രഹാം എന്ന് പറയുന്നതിൽ ദൈവനാമം മഹിമപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇത്ര നിഷ്ഠയായ കുടുംബജീവിതം, കുടുംബ പ്രാർത്ഥന നയിക്കുന്ന കുടുംബങ്ങളെ ഞാൻ തുലോം ചുരുക്കമാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. ദൈവം നൽകിയ ഭൗതിക നന്മയിൽ നിന്ന് ഒന്നിനെയും പാഴാക്കി കളയരുത്, അവകളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന പ്രത്യേകമായ കാഴ്ചപ്പാട്. സാമ്പത്തിക വിഷയങ്ങളിൽ പ്രിയാച്ചായൻ 100% ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തനായിരുന്നു. ഒരു മനുഷ്യരോട് പോലും ഹൃദയത്തിൽ കോപം വെച്ചുകൊണ്ടിരിക്കുകയില്ല. യാതൊരു പകയോ പിണക്കോ ജീവിതത്തിലില്ലാതെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി വളരെ ശാന്തമായും സൗമ്യമായും ജീവിതത്തിൻ്റെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ അദ്ദേഹത്തിന് ലഭിച്ച ഒരു കഴിവ് വേറെ തന്നെയാണ്. 88 വർഷം കർത്തൃ ശുശ്രൂഷയിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിലകൊള്ളുന്ന ആദരണീയനായ ദൈവദാസൻ പാസ്റ്റർ TS എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഈ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്, പറയുന്നത് മാത്രം പ്രവർത്തിക്കുക, പ്രവർത്തിപ്പാൻ കഴിവുള്ള കാര്യങ്ങൾ മാത്രം പറയുക, അത് അടുത്തറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ശിഷ്യഗണത്തിൽ വിശേഷ ഗുണങ്ങളെ ഊട്ടി വളർത്തിയ അങ്ങ് സഭാസേവനത്തിൻ്റെ സായാഹ്നത്തിലും കർമ്മനിരതനായിരിക്കട്ടെ. പ്രാർത്ഥനകളോടെ വിനീത ശിഷ്യൻ എബ്രഹാം ഷാജി. കുമ്പനാട് സെൻറ്റർ, പത്തനംതിട്ട, റാന്നി ഈസ്റ്റ്, റാന്നി വെസ്റ്റ്, പന്തളം, വടശ്ശേരിക്കര, കറുകച്ചാൽ എന്നീ സെൻറ്ററുകൾ ചേർന്ന് കർത്താവിൻ്റെ ദാസൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് കുമ്പനാട് സോൺ. ഈ സോണിൻ്റെ പ്രസിഡൻ്റായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TS എബ്രഹാം കഴിഞ്ഞ 10 വർഷവും ഇത് ചുമതല വഹിച്ചു. 3ാം തലമുറക്കാരനായ എനിക്ക് ആ കുടുംബത്തോടുകൂടെ സുദീർഘമായ വർഷങ്ങൾ ചിലവിടുവാൻ ദൈവം ഈ നിസ്സാരനായ എനിക്ക് അവസരം നൽകി. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പങ്ക്ച്വാലിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി. ഈ 2 കാര്യങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 കാര്യങ്ങളാണ്. കഴിഞ്ഞ 88 വർഷക്കാലം ലോകത്തിൽ ജീവിച്ച് ദൈവമേൽപ്പിച്ച വേല നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന് ഈ ദൈവസഭയെ നയിക്കുകയും ചെയ്ത പാസ്റ്റർ TS എബ്രഹാമിനും മിസസ് TS എബ്രഹാമിനും എല്ലാവിധമായ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. 2 അപ്പോസ്തലന്മാരുടെ മക്കളാണ് പാസ്റ്റർ TS എബ്രഹാം അവറുകളും മിസസ് മേരി എബ്രഹാം അവറുകളും. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിലുണ്ടെങ്കിലും എല്ലാ ആശംസയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആരെയും വിമർശിക്കാതെ, എത്ര പ്രതിയോഗികൾ മുൻപിലുണ്ടെങ്കിലും ഒരല്പം പോലും മുറിവേൽപ്പിക്കാതെ ഉള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TS എബ്രഹാമിൻ്റെ പ്രസംഗ ശൈലി എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. വളരെ പ്രതിസന്ധികളുടെ നടുവിലും ഒട്ടും ചഞ്ചലിക്കാതെ വളരെ സമചിത്തതയോടുകൂടെ എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി ഏത് വിഷമവും മുഖത്തറിയിക്കാതെ നിൽക്കുവാനൊരു കൃപ ദൈവം ഈ നേതാവിന്, ഈ ലീഡറിന് കൊടുത്തിട്ടുണ്ട്. A woman who fears the Lord, she shall be praised. ആ നിലയിൽ പ്രിയ കർത്തദാസി ബഹുമാനത്തിന് അർഹയാണ്. May God satisfy your servant of God, Pastor TS Abraham and Mrs. Mary Abraham and Sister Molly with long life, good health and heavenly blessings.
ശുഭകരമായി പ്രവർത്തിപ്പാൻ അഭ്യസിപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ വരും കാലങ്ങളിൽ പ്രിയപ്പെട്ടവരെ വിജയത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുവാൻ ശുഭകരമായി പ്രവർത്തിപ്പാൻ ദൈവം അഭ്യസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഉപദേശത്തിലും ജീവിതത്തിലും ധൈര്യമായി IPCയെ കഴിഞ്ഞ അനേക വർഷം നയിക്കുവാൻ ദൈവം കർത്തദാസനെയും കുടുംബത്തെയും ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അടുത്തറിയും തോറും നല്ലവർ കുറയുന്നു. എന്നാൽ ആ തത്വത്തിന് നേരെ വിരുദ്ധമായ ഒരു അനുഭവമാണ് ബഹുമാന്യനായ ആദരണീയനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ T.S. എബ്രഹാമിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്യൂമെനിക്കൽ പ്രസ്ഥാനം. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് 2 ടേം പ്രിയപ്പെട്ട അപ്പച്ചൻ ഇരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ക്രിസ്തീയ ചരിത്രത്തിലെ ഒരു അപൂർവ കാര്യവുമായിരുന്നു. ബൈബിൾ സൊസൈറ്റിയുടെ വകയായിട്ട് പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഉപഹാരമായി ഒരു ഷോള് നൽകുന്നു. അത് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആത്മീയ മണ്ഡലം അശുദ്ധിയിലേക്ക് ഒഴുകുമ്പോൾ തീഷ്ണമായ ആത്മീയ ദർശനത്തോടെ നേതൃത്വം നൽകിയ ബഹുമാന്യനായ പാസ്റ്റർ T.S. എബ്രഹാം അവരുടെ ആത്മീയ ദർശനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സഹായിച്ച ദൈവത്തെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, അവർക്കെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. എൻ്റെ ചെറിയ പ്രായം മുതൽ കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചു. മാതാപിതാക്കളാൽ നല്ല പരിശീലനം ലഭിച്ചു. മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ മാത്രമാണ് എന്നെ ഈ നിലയിൽ കൊണ്ടുവന്നത്. ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്തു. നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത്രത്തോളം പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായി തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകസ്ഥാപനത്തിന് മുൻപ് തിരുമേനി ഞങ്ങളെ കണ്ടു, തിരുമേനി ഞങ്ങളെ തിരഞ്ഞെടുത്തു. അമ്മയുടെ ഗർഭപാത്രം മുതൽ അങ്ങോട്ട് ശാശ്വതമായ ഭുജത്തിൽ പരിപാലിച്ച് കാത്ത് സൂക്ഷിച്ച് നിന്റെ ദാസനെയും ദാസിയെ ഇത്രത്തോളം കൊണ്ട് നിന്നെ ഓർത്തുകൊണ്ട് തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Happy birthday to you. Happy birthday to you. Happy birthday, dear Dad and Mom. Happy birthday to you. May good God bless you. May good God bless you. May good God bless Dad and Mom. Happy birthday to you.
be the glory.